ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് തൊട്ട് ഞാൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഉറക്കം അങ്ങനെ അധികം ഉറക്കൊളിക്കരുത്, പിന്നെ എല്ലാത്തിനും ഒരു കൃത്യവും കണിശവും വേണം, എല്ലാം ഒരു സമയത്തിന് മതി, എപ്പോഴും ഇതിൻ്റെ പിന്നാലെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, എനിക്കും എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, സമയം കണ്ടെത്തണമെന്ന് തോന്നി. അപ്പോൾ അതേ നമ്മുടെ ചാക്കോച്ചൻ രാവിലെ ഇത് പൊട്ടൊക്കെ ഇട്ടേക്കണുണ്ടോ മൂപ്പര്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇത് പിള്ളേർസിൻ്റെ മേളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, കുറേ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ പാച്ചുവിനറിയാലോ നിങ്ങൾക്ക്, സ്റ്റിക്കറുകൾ ഇങ്ങനെ ഒട്ടിച്ച് ആ ഒരു ശീലമാണ് അവന്. അപ്പോൾ അത് മുഴുവൻ അവിടെ റൂമിൽ ചുമര് മുട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പശയൊന്നും ആവില്ല കേട്ടോ, പെയിൻറ്റുമ്പോൾ ഒന്നും പോവില്ല, അങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ അതുമെന്ന് രണ്ടുപേരും കൂടി പറിച്ച് കൊണ്ടുവന്ന് കാറ് മുട്ടിക്കുക, തൂണ് മുട്ടിക്കുക, ഇതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ കലാപരിപാടികൾ. എന്നിട്ട് അവർ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. അപ്പോൾ തോമിപ്പം നല്ലോണം വർത്താനം പറയും കേട്ടോ, എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്ലിയറായിട്ട് പറയും. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഒപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ഇതാവാനുണ്ട്. അപ്പോൾ ഞാൻ പറയും, തോമ ശരിക്കും 3.25 വയസ്സൊക്കെ ആയ സമയത്താണ് ശരിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങളൊരു പ്രാവശ്യം പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ട്, അക്കിയുടെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുറേ വർത്താനം. അപ്പം ഞങ്ങൾ തന്നെ അതിശയിച്ചു, ഇത്രയും സംസാരമൊന്ന്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയമാണ് പാച്ചുവിനെയും കാത്തിരിക്കുന്നത്. ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ദേ ഡോൺ കഞ്ഞി, ഇന്ന് ഞങ്ങൾക്ക് പഴങ്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ രാത്രി പഴങ്കഞ്ഞി, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇന്നത്തെ പഴങ്കഞ്ഞിക്ക് എന്താണെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ മൊത്തം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഒക്കെ കൃത്യം കണിശമായിട്ട് വെക്കുന്ന ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമാരാണല്ലോ എന്തൊക്കെ കഴിഞ്ഞു എന്തൊക്കെ കഴിഞ്ഞില്ല എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കാം. അപ്പോൾ ഓൾറെഡി കുത്തിപ്പൊടി കഴിഞ്ഞ കാരണം ഇവർ കാശ്മീരി ചില്ലിയിലാണ് കറി കാച്ചേക്കണത് കേട്ടോ. അതാണ് നാളെ ചൊക്കച്ചൊക്കാന്നിരിക്കുന്നത്. അങ്ങനെ ദേ പിള്ളേർസ് റെഡിയായി സ്കൂളിൽ പോകാനുള്ള ഒരുക്കായി. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പോകാമെന്നുള്ളതൊരു ആഘോഷമാണ്. കാരണം അവർക്ക് ഇഷ്ടമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കളിയും. അപ്പോൾ സ്റ്റിക്കറുമെന്നുള്ള കളി വിട്ടിട്ടില്ല, വീണ്ടും അടുത്ത സ്റ്റിക്കർ കൊണ്ടുവന്നു. പാച്ചു ചെയ്യണ കുട്ടി കുറുമ്പ് കണ്ടോ, അവിടെ നിന്ന് എടുത്തിട്ട് ഒറ്റേറ്, പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, നീ നാറാണ് തമ്പുരാൻ്റെ പോലെയാന്ന് പറയും. അതായത് അത് എറിയുകയും ചെയ്യും, തിരിച്ച് അത് എടുത്തുകൊണ്ടൊന്ന് തിരിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് പാച്ചുവിൻ്റെ ഒരു കുറുമ്പ് എന്ന് പറയുന്ന സംഭവങ്ങൾ. കോമാളിത്തരം കാണിക്കും, കുറേ ഇങ്ങനെ കാര്യങ്ങൾ കാണിക്കും കേട്ടോ. അതാണ്. അങ്ങനെ അതേ അവർ രണ്ടുപേരും റെഡിയായി. ഒരുത്തൻ ചാടി പഠിക്കുകയാണ്. അപ്പോൾ എന്നോട് എന്നിട്ട് പറയണം, അമ്മമ്മ 1 2 3 എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങിടും ചാടും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 ABCD ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് പറയിൽ. അവരിപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെയാണല്ലോ പറയണത്. അപ്പോൾ അതേ എന്നോട് പറയണം ഇനി 1 2 3 ഇങ്ങോട്ട് മുകളിലേക്ക് ചാടാനായിട്ട്. അപ്പോൾ ഞാനത് പ്രോത്സാഹിപ്പിച്ചില്ല, താഴത്തേക്ക് ചാടണ പോലെ അല്ലല്ലോ താഴത്തുനിന്ന് മുകളിലേക്ക് ചാടുമ്പോൾ. അങ്ങനെ ദേ അവരുടെ ഡ്രസ്സൊക്കെ മുഷിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആവുന്നതും വിളിച്ച് പറഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഡിമ്പിൾ ഡ്രസ്സ് മാറാൻ പോയി ഡിവൈൻ ചാക്കോച്ചിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പാപ്പനും ഡ്രസ്സ് മാറാൻ പോയി. അപ്പോൾ എൻ്റെ അടുത്താണ് ഈ രണ്ടാളെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഒരുത്തൻ വെള്ള ഡ്രസ്സ് ഇട്ടേക്കണേ. അപ്പോൾ അത് പോണവരെങ്കിലും ഒന്ന് മുഷിയാണ്ട് നോക്കണ്ടേ, ചെളിയാവാണ്ട് നോക്കണ്ടേന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ തോമൊന്ന് സ്റ്റിക്കർമേണ്. അപ്പോൾ കുറച്ച് സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചു വരുമ്പോൾ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അവന് സ്പൈഡർമാനാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഓച്ചുവിൻ്റെ പിന്നാലെ നടക്കുക, ഓച്ചു എനിക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു തരുമെന്ന്. ഓച്ചു പിണങ്ങി കഴിഞ്ഞാൽ അപ്പം എൻ്റെ അടുത്തേക്ക് വരും, അമ്മാമ്മ എനിക്ക് വാങ്ങിച്ചു തരുമോ, മമ്മി എനിക്ക് എന്നെ മമ്മീന്നാണ് വിളിക്കാവൻ, മമ്മി എനിക്ക് വാങ്ങിച്ചു തരുമോ സ്പൈഡർമാൻ്റെ ഡ്രസ്സ്, എനിക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം, എനിക്കും വേണം പാച്ചുവിനും വേണം എന്നാണ്. അപ്പോൾ അപ്പാപ്പൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കായി കഴിഞ്ഞാൽ ചാക്കോച്ചിന് വേണ്ടടാ എന്ന് ചോദിച്ചു. അപ്പോൾ ചാക്കോച്ചിന് വേണ്ട, എനിക്കും പാച്ചുവിനും മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പൈഡർമാൻ്റെ ഡ്രസ്സ്. കാരണം ഇപ്പോൾ ഫുൾ ടൈം കാണുന്നത് സ്പൈഡർമാനാണ്. എന്നിട്ട് സ്പൈഡർമാൻ കാണിക്കുന്ന പോലെ ഓരോന്ന് കാണിക്കലാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവരുടെ പണി കേട്ടോ. അപ്പം ഞാൻ പറയും, സ്പൈഡർമാനേക്കാളും ബ്ലിപ്പിയാണ് കുറച്ചും കൂടി കുട്ടികൾക്ക് നല്ലത്. വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നല്ല ലാംഗ്വേജും ഒക്കെ ആയിട്ട്. ഞാൻ പറയും, നിങ്ങൾ ബ്ലിപ്പി കണ്ടോ, സ്പൈഡർമാൻ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടതിൻ്റെ മുകളിലൊക്കെ കയറുക, തുള്ളുക, ചാടുക, നമുക്ക് പേടിയാവും കാണുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരെന്താണോ ഇഷ്ടം അത് കാണാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്റ്റിക്കറൊക്കെ വാങ്ങി വെച്ചിട്ടാണ് സ്കൂളിലേക്ക് വിട്ടത്. കാരണം ഇതും കൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. രണ്ടാളിന്ന് സ്റ്റിക്കറുമ്മയാണ്. ചേട്ടനും അത് അനിയനും ഭയങ്കര കൂട്ടുകാരാണ് കേട്ടോ. അവരുടെ എല്ലാ ദിവസവും ഡിമ്പിൾ ഇവർ സ്കൂളിലേക്ക് കയറി പോകുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ അനിയൻ്റെ കൈ പിടിച്ചിട്ട് ഭയങ്കര കെയർ ചെയ്തിട്ട് കയറ്റി കൊണ്ടുപോകണതാണ്.
അങ്ങനെ അത് എപ്പോഴെങ്കിലും ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് ഫോട്ടോ ഡിവൈനും ഡിമ്പിളും ഇടുന്നുണ്ടാവും കേട്ടോ. എന്നാലും എനിക്കത് ഫോട്ടോസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതുക്കെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഈ ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ മിറ്റടിക്കാൻ പോയേക്കായിരുന്നു. കാരണം ഫ്രണ്ടിൽ കണ്ടില്ല. അപ്പോൾ ഇന്നലെയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഞാൻ പുറത്ത് പോയൊക്കെ അല്ലായിരുന്നേ. പിന്നെ അവിടെ മാഷിൽ അവിടെ മരിച്ചിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് മിറ്റടിക്കാൻ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അടിക്കാത്തതിൻ്റെ കുറവ് ഇന്ന് നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ മിറ്റടിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് പോയി. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ചാക്കോച്ചനും പോന്നു. അപ്പോൾ ഞാൻ നോക്കി സാധനങ്ങൾ കഴിഞ്ഞതൊക്കെ ഒന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് മാറ്റി, പിന്നെ കുപ്പികളൊക്കെ ഒന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ. അപ്പോൾ കാലിയാക്കിയിട്ട് ചെറിയ കുപ്പിയിലേക്ക് ആക്കും. ചെറിയ കുപ്പിയിലാക്കിയതിന് ശേഷം വലിയ കുപ്പി ഒന്ന് തുടച്ച് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ സ്ഥിരം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തെ കുപ്പി എടുത്തപ്പോൾ എല്ലാതും കാലിയായിട്ടുണ്ട്. അതായത് കടല, മുതിര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം, ഗ്രീൻ പീസ്, മറ്റേ ചണ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റിലയൻസിലേക്കാണ് പോവുക സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. ഇവർ നെസ്റ്റോയിലേക്ക് പോകുമ്പോൾ ഈ ഫ്രോസൺ ഫുഡ്സും പിന്നെ കഴിക്കാനുള്ള സാധനങ്ങൾ, പേസ്ട്രികൾ, അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക. നമ്മൾ മറ്റേ അകത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. പലചരക്ക് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുക റിലയൻസിൽ നിന്നാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ ഫ്രഷ് സാധനവും ഉണ്ട്. പിന്നെ എന്താ പറയുക, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടാവും. നമുക്ക് തൂക്കി വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അധിക ഭാഗം റിലയൻസിലേക്ക് പോവാം. അപ്പം അങ്ങനെ ചെറിയ പാത്രങ്ങളിലേക്കൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഡിവൈൻ്റെ ഇതേ അടിച്ച് വാരി കംപ്ലീറ്റ് കണ്ടു. നല്ല ക്ലീനായി. അപ്പോൾ ഇന്ന് കോമഡി അത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളുടെ മുറ്റത്ത് കണ്ടു അവിടെ ഇവിടെയൊക്കെ കട്ടകളുടെ ഇടയിൽ പുല്ലും മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് നമ്മുടെ യൂസർ ചേച്ചി കണ്ടുപിടിച്ചത് ഇതാണ്. അപ്പോൾ യൂസർ ചേച്ചി ഒരു ഉപദേശം പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വയറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും വട്ടിട്ട് നിന്ന് ഈ പുല്ല് പറിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വയറ് കുറയുന്നതാണ് ഇന്നത്തെ കണ്ടുപിടുത്തം. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ശരിയാണ്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ വരാം, നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വയറ് കുറയ്ക്കാമെന്ന് പറഞ്ഞേക്കാം. കോമഡി പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ ഗ്രൂപ്പിൽ പറഞ്ഞത് സത്യമാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ ഞാൻ എന്തെങ്കിലും പഴങ്കഞ്ഞി കുടിക്കായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു ഇന്നത്തെ കഞ്ഞിക്ക്. എന്താണെന്ന് അറിഞ്ഞൂടെ, ചെമ്മീൻ ചമ്മന്തി, കടലുപ്പേരിയും പിന്നെ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഇടാന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതും ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടി പൊട്ടിച്ച് അതായത് പാത്രങ്ങളിലാക്കി കുട്ടികൾക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് പാത്രത്തിലാക്കി വെച്ച് കൊടുത്ത് അവരുടെ റൂമുകളിൽ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ സൗകര്യം പോലെ എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കുകയോ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഡാഡിയും കൂടിയിട്ട് അത് 3 പാത്രത്തിലാക്കി. ഒന്ന് ഡിമ്പിളുടെ റൂമിലേക്ക്, ഒന്ന് നമ്മുടെ ഡിവൈനും, പിന്നെ അവർക്ക് കുട്ടികൾക്ക് എപ്പോഴാണ് ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ അപ്പം കഴിക്കുക. നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് കാണാണ്ട് അത് പൂത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫി കൊണ്ടുവന്നതുണ്ടായിരുന്നു, ശ്രീ കൊണ്ടുവന്നതുണ്ടായിരുന്നു, ഇവിടെ നെസ്റ്റോന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നല്ല നമ്മൾക്ക് എല്ലാവർക്കും നല്ലതാണല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അതായത് മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് അങ്ങനെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇവരൊറ്റ ആളത് നോക്കില്ല. ഡോൺ തപ്പിപ്പിടിച്ച് അതെടുക്കും, പക്ഷേ വേറെ ആരും അത് നോക്കില്ല. എല്ലാം കഴിയുമ്പോഴാണ് അയ്യോ അന്ന് വാങ്ങിയത് എവിടെയും ചോദിക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ സോഫി കൊണ്ടുവന്ന മിഠായി ആയിരുന്നു, അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പൊട്ടിച്ച് ശരിക്കും ആൽപ്പൻലിബിയുടെ നല്ല ഫ്ലേവർ, നല്ല കുക്കീസ്, നല്ല ഫ്ലേവർ, നല്ല മിഠായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈന്തപ്പഴവും മിഠായിയും പിന്നെ മറ്റെന്താ പറയുക പിസ്റ്റയും ബദാമും എല്ലാതും ബോക്സുകളിലാക്കി അവർക്ക് കൊണ്ടുവച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിമ്പിൾ ഈ വക ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാച്ചുവിനെങ്കിലും കൊടുത്ത് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞേക്കാം ഞാൻ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, എല്ലാം കഴിച്ച് പഠിക്കണ്ടേ. അങ്ങനെ ഇത് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ പുതിയ വന്നതാണ് കേട്ടോ. ഇന്നലെ ഞാൻ കാണിച്ചിരുന്നു. അതിൽ പെട്ടെന്ന് കാണുമ്പോൾ 3ഉം ഒരേപോലെ തോന്നും. അല്ല, ആദ്യത്തത് പേസ്റ്റൽ കളേഴ്സും രണ്ടാമത്തത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് റെഡും ബ്ലൂവും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ വരുന്നു നമ്മുടെ സഖാവിന് ഇപ്പോൾ പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുക്കാൻ നോക്കുക, പിന്നെ ചില്ല് പിടിച്ചിട്ട് എണീറ്റ് നിൽക്കാൻ നോക്കുക, ഇതൊക്കെയാണ് പണി. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പോൾ ഡിമ്പിൾ കിച്ചണിൽ തിരക്കിലാണ് കേട്ടോ. അപ്പം നമ്മൾ തിരിഞ്ഞ് വരുമ്പോഴേക്കും ചേട്ടന്മാരെത്തിയോട് കൂടിയിട്ട് കേട്ടോ സമയം 1:45. ഇന്ന് ഡാഡി കൊണ്ടുവരാൻ പോകാനായിട്ട് വൈകി, കാരണം പാക്ക് ചെയ്ത് പിടിച്ച് വന്നപ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ ചേട്ടന്മാർ വരുന്ന സമയം കണക്കാക്കി ഡിവൈൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിവൈൻ കുട്ടികളെ എതിരേൽക്കാനായിട്ട് കാരണം ഒരാൾ നിൽക്കണം അവർ വരുമ്പോൾ ഒന്ന് ഡോറ് തുറന്നൊന്ന് ഇറക്കാനൊക്കെ ആയിട്ട്.
അപ്പോൾ ഇന്ന് ഇതൊക്കെയായിരുന്നു നമ്മളുടെ വിഭവം. ഉണക്കമീൻ, മറ്റേ പറയുക, എന്തോ കറിയെന്ന് പറയുക, കറിയല്ല, ചമ്മന്തി. നമ്മൾ മറ്റേ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ വാളയാന്ന് തോന്നുന്നുണ്ട്, സ്രാവ എന്തോ അങ്ങനെയാണ്. പിന്നെ കുമ്പളങ്ങ ഓലം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പറയുക, പയറും കായും കൂടി ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ചെമ്മീൻ ചമ്മന്തി, നമ്മുടെ കഞ്ഞിയുടെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് പാച്ചുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ട് വന്നിട്ടുണ്ട്. തോമും ചാക്കോച്ചനും ഡിവൈനും മുകളിലേക്ക് കയറി. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞിട്ടാണ്. ഡിംപിളെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ കുറച്ച് നേരം രാത്രിയിലേക്കുള്ള പരിപാടികളും 4 മണിക്കലത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം കഴിച്ച് വെച്ചിട്ടാണ് പാച്ചുവിനെ ഉറക്കാൻ കൊണ്ടുപോകുക. അപ്പോഴേക്കും സമയം ഏകദേശമൊക്കെ 4 മണിയൊക്കെ ആവട്ടാം. എന്നാലും അവനും ഉറക്കം വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 7 മണിയോട് കൂടിയിട്ടാണ് അവിടുന്ന് എല്ലാവരും പോരുക. അതുവരെ എൻ്റെ സമയമാണ്. അപ്പം ഞാനിപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ അപ്പോൾ ഇത് ചക്കയും ഗോതമ്പും കൂടിയിട്ട്, നമ്മുടെ ചക്ക വരട്ടിയത് അതും ഗോതമ്പും കൂടിയിട്ട് അട ഉണ്ടാക്കിയിട്ടില്ല. അടയല്ല, ഇല കൊണ്ടതെങ്കിലും അത് വേറെ എന്തോ ഒരു ആവശ്യത്തിനായിരുന്നു. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കിണ്ണത്തപ്പം പോലെ നല്ല രസമുണ്ടായിരുന്നു. ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയുള്ളൂ. കാരണം അധികമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിമ്പിൾ ഇങ്ങനത്തെ ഒന്നും തിന്നൂല്ലല്ലോ. അങ്ങനെ ഞാൻ സമയം 7 ആവാറായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചായ വയ്ക്കാം. എൻ്റെ സമയം എപ്പോഴും തല തിരിഞ്ഞാണ് കേട്ടോ. പക്ഷേ ഡാഡി പോണതിന് മുമ്പ് ഞാൻ കാപ്പി വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ എണീക്കുന്നതിന് മുമ്പ് ചായ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ വയ്ക്കാൻ പുറപ്പെട്ടു. ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നടക്കാം. കാരണം ഇനിയിപ്പോൾ വേറെ ഒരു പണിയിൽ ഏർപ്പെടാനുള്ള സമയമില്ല. ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നടക്കാം എന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ വെയിലൊന്നുമില്ല, നല്ല സുഖമായ നല്ലൊരു അന്തരീക്ഷം. 7 മണി ആയിട്ടുണ്ട്, എന്നാൽ ഇരുട്ടങ്ങനെ ആയിട്ടില്ല. പിന്നെ നമ്മളുടെ മുമ്പിൽ ആ വലിയ ബൾബുള്ള കാരണം ഒരിക്കലും ഇരുട്ടില്ല. ഏത് പാതിരയ്ക്ക് നോക്കിയാലും നല്ല വെളിച്ചം. ഇപ്പോൾ ഈ കാണുന്ന വെളിച്ചം ഏത് സമയം നോക്കിയാലും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഏത് പാതിരയ്ക്കും പുലർച്ചയ്ക്ക് ആർക്കും വരാം. ഈ വെളിച്ചം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഗേറ്റ് ലൈറ്റ് ഇടുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നല്ല പരിയപ്പുറത്തേക്ക് വരെയുണ്ട് കേട്ടോ ഈ വെളിച്ചം. പട്ടിക്കൂടിൻ്റെ അവിടേക്കൊക്കെ ഈ വെളിച്ചം ഉണ്ടാവും. കാരണം അവിടെ ഇതിൻ്റെ ബാക്ക് നേരെ ആ സൈഡിൽ കൂടെ നമ്മുടെ ബാക്കിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സഖാക്കളൊക്കെ എണീറ്റു. അപ്പം അതിൻ്റെ ഇടയിൽ ഡാഡി വന്നിട്ട് പട്ടികൾക്കുള്ള ഇറച്ചി വാങ്ങിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. കാരണം കഴിഞ്ഞ ഞായറാഴ്ച മാർക്കറ്റിൽ പോകാത്ത കാരണം സ്റ്റോക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡാഡി പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ സഖാക്കൾ എണീറ്റു. ആദ്യം എണീറ്റത് തോമുവാണ് കേട്ടോ. അപ്പോൾ തോമു എന്നെ വണ്ടി ഓടിച്ച് കളിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഭയങ്കര വർത്താനമാണ്. അപ്പോൾ ഓരോ വിശേഷങ്ങളാണ്. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സംശയങ്ങളാണ്. അപ്പം എന്നോട് ഇന്ന് ചോദിച്ച സംശയം, അപ്പം ഞാൻ എപ്പോഴും ചെറുപ്പത്തിലെ തൊട്ട് മൂണിനെ കാണിച്ചു കൊടുക്കും. അപ്പം ഇന്നത്തെ ചോദ്യം, അമ്മാമ്മ ഈ മൂണിനെ എങ്ങനെയാണ് നമ്മൾ പിടിക്കുക എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ പിടിക്കുക അറിയില്ല എന്ന് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞത് ക്യാമറയിൽ പിടിക്കുക, ഫോണിൽ പിടിക്കുന്ന. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ പെടുമല്ലോ, അങ്ങനെ പിടിക്കാമെന്ന്, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വീഴ്ത്താമെന്ന്. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ തൃപ്തിക്ക് ഞാൻ ക്യാമറയിൽ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ നമ്മൾ മൂണിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പാപ്പൻ വന്നു, പിള്ളേർ പോയിട്ട് അപ്പാപ്പനെതിരേറ്റ് വന്നു. അപ്പോൾ പാച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കുറച്ച് നേരം അതിൻ്റെ അവിടെ ഇരിക്കുന്നു, ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പാപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് ഇരിക്കാൻ പറ്റില്ല. അപ്പാപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ് കേട്ടോ. അപ്പം മൂപ്പരെ മുടി കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വെട്ടാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിട്ട് നിങ്ങൾ കണ്ടതല്ലേ, പറ്റാണ്ട് പോന്നു. അപ്പോൾ എന്തെങ്കിലും കാണിച്ച് ഒന്ന് ഷോർട്ടാക്കണമെന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ചൂടൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് തന്നെയാണ്. എല്ലാ പിള്ളേരും ഇപ്പോൾ സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കെന്നല്ല ആർക്കും. പക്ഷേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇറങ്ങിയതല്ല. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കയറാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഞങ്ങൾ 4 ആൾ അവിടെ നിന്നു. ഡാഡിയും അതെ ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് ചായയൊക്കെ കുടിച്ച് ഞാൻ പിന്നെയാണ് എൻ്റെ കാര്യത്തിലിരുന്നത്. അപ്പം ഞാനൊരു തീരുമാനത്തിലെത്തിയേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു 9:30-10 കുട്ടികൾ പോണോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എണീറ്റ വഴിക്ക് കുട്ടികൾ പോണവരെ 10 മണി വരെ ഇരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റേതായ കാര്യങ്ങൾക്ക് നീങ്ങുക, വീണ്ടും ഒരു മണിക്കൂർ ഇരിക്കുക, പിന്നെ ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, പിന്നെ രാത്രിയിൽ ഇരിക്കുക. അങ്ങനെ ഒരു കൃത്യം കണിച്ചം വേണം എന്നുള്ളത് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓർണമെൻറ്റ്സ് കാണുന്ന കുട്ടികളോട്, വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് ഞാൻ പറയണത്,
നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാണ്ടാവുമ്പോൾ ആൻറ്റി എന്താണ് മറുപടി തരാത്തതെന്ന് ചോദിക്കായിരിക്കും. കാരണം എനിക്കും കുറച്ച് റെസ്റ്റ് വേണം എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം പെട്ടെന്ന് വയ്യാണ്ടാവണു. അപ്പം എൻ്റെ ഈ ഇരിപ്പ് എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് അറിയാലോ എൻ്റെ വയറെന്താണെന്ന് തന്നെ നിങ്ങൾക്കറിയാം. യൂസർ ചേച്ചിക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം. ലിവറിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ വയറ്. അപ്പോൾ അതിനേറ്റവും ഇതിനാണ് നമ്മളിങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എനിക്ക് വേണ്ടി കുറച്ച് അങ്ങോട്ടും കൂടെ നടക്കുക, ചെടികൾ നടുക, പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം ഓൺലൈനിൽ കണ്ടില്ലെങ്കിൽ എന്താണാവുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഞാനത് എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരും, ഓർഡർ എടുക്കും, പതിവ് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഫുൾ ടൈം ഓൺലൈനിൽ ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മുടെ ആനവാലിൻ്റെ വളയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞു ഒന്നും വേണ്ട, ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഡാഡീനെ കിടത്തി ഉറക്കി. കാരണം ഡാഡി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും റെസ്റ്റ് എടുത്തിട്ടില്ല. എനിക്ക് കുറച്ച് നേരം ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റി, പക്ഷേ ഡാഡിക്ക് ഇന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡി പോയി കിടന്നോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആനവാലിൻ്റെ വള. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഞാൻ സെപ്പറേറ്റ് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതുള്ളൂ ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെയുണ്ട്. ഒരു 5 സൈസ് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കിയാൽ 5 or 6 സൈസ് ഉണ്ട് ഈ വളകൾ. അപ്പോൾ ന്യൂ ബോൺ ബേബീസ് തൊട്ട് വലിയവരുടെ തടിയുള്ള വളകൾ വരെ ഈ ആനവാലിലുണ്ട്. അപ്പോൾ ഏത് പ്രായക്കാർക്കും വേണമെങ്കിൽ ഉണ്ട്. അളവ് പറഞ്ഞാൽ എളുപ്പം, ഇല്ലെങ്കിൽ ഇത്ര പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഏകദേശം ഒരു 12:15 ആകുമ്പോഴേക്കും ഇന്നത്തെ നമ്മളുടെ എല്ലാതും അവസാനിപ്പിച്ചു. അപ്പോൾ ഭക്ഷണം നിങ്ങൾ കണ്ടല്ലോ, നല്ല സുഭിക്ഷമായിട്ടുള്ള മീൻ പൊള്ളിച്ചതൊക്കെ വെച്ചിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ ചോറ് കുറച്ചും എല്ലാ കറികളും, പച്ചക്കറി ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി കൂട്ടി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ലോണം എന്താ പറയുക ആസ്വദിച്ച് ഞാൻ ഉണ്ടു. അത് കഴിഞ്ഞത് എൻ്റെ മക്കളുടെ അടുത്തേക്ക് യാത്ര പറയാൻ വന്നതാണ്. അപ്പോൾ അവർ 3 ആൾ എന്നെ നോക്കിയിരിക്കുക. കാരണം ഞാൻ അവരോട് വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. അപ്പോൾ ഡിവൈൻ എന്നെ എപ്പോഴും പറയും ഞാൻ കുളിക്കാൻ നിൽക്കുമ്പോൾ മമ്മീരെ അവരോടുള്ള ഗുഡ് നൈറ്റ് എന്ന്. അപ്പോൾ അതങ്ങനെ ഒരു ശീലമായി. ചന്തു, ചിന്തു, ചോട്ടു, കിയ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്കും സമാധാനമില്ല, എനിക്കും ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നാളേക്കുള്ള പരിപാടികൾ രാവിലേക്ക് എന്തൊട്ടാണ് ഇവർ പ്ലാൻ ചെയ്തേക്കണതെന്ന് എനിക്കറിയില്ല. പയറ് ഇതേ വെള്ളത്തിലിട്ട് കാണാണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മത്തങ്ങയും പയറും, നാളെ വെള്ളിയാഴ്ചയല്ലേ, മത്തങ്ങയും പയറും വെക്കാനായിരിക്കണം. അങ്ങനെ അതിൻ്റെ ഇപ്പം തന്നെ കയറിപ്പോയിട്ടുള്ളൂ. ഡിമ്പിൾ കൊച്ചിനെ കുളിപ്പിക്കാൻ പോയി. അങ്ങനെ നമ്മളുടെ വീട് വീണ്ടും ശാന്തമായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഒതുക്കേണ്ട കാര്യമില്ല. നാളെ രാവിലെ എണീറ്റിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇരിക്കാൻ പോണത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ എടുത്ത പടികൾ എടുത്തു വെച്ച് രാവിലെ എണീക്കും എല്ലാം ഒതുങ്ങി കിടന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. വീടിന് ഐശ്വര്യം അത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ എൻ്റെ ഷീറ്റ് ഉണങ്ങിയിട്ട് ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി നാളെ ഇടാം. ഈ നേരത്തെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല, ഇതൊക്കെ ഒന്ന് മാറ്റി ഇടയിലൊക്കെ ഒന്ന് തിക്കിയിടണം. നാളെ ഇടാൻ വെച്ചിട്ട് ഞാൻ ആ ഷീറ്റ് സ്പ്രെഡ് അവിടെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഗ്രൂപ്പിൽ കുട്ടികളുടെ കൂടെയുള്ള സംസാരമായിരുന്നു. നമ്മുടെ യൂസർ ചേച്ചിയായിരുന്നു മെയിൻ സംസാര വിഷയം. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ആകാശ സിംഗ് വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ സംസാര വിഷയം കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും ഒരു വിഷയം തരുന്നത് ഇവരെ പോലുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിഷയം കഴിഞ്ഞു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം.